ഇക്കഴിഞ്ഞ ദിവസം RDX കൂട്ടിലെ മറ്റൊരു തത്തയോ എന്ന ചോദ്യത്തോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പറ്റി വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഈ കടന്നുപോയ 10 വർഷത്തിനിടെ ED പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ എടുത്തത് 193 കേസുകളാണ്. അതിൽ തെളിയിക്കപ്പെട്ടത് വെറും 2 കേസുകൾ മാത്രമെന്ന വാർത്ത പുറത്തു വന്ന ദിവസമായിരുന്നു അത്. ധനകാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ അന്വേഷണ ഏജൻസികളിൽ ഒന്നു മാത്രമായിരുന്ന EDക്ക് പല്ലും നഖവും മുളച്ച് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ആയുധമായി മാറിയത് ഈ കടന്നുപോയ പതിറ്റാണ്ടിലാണ്. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന BJPയെയും അവരുടെ നേതാക്കളെയും കള്ളപ്പണമടക്കമുള്ള സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിൽ നിന്ന് രക്ഷിക്കുക, പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇല്ലാത്ത കേസുകളിൽ കുടുക്കുക. ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ പണിയെന്ന വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് കൊടകര കുഴൽപ്പണ കേസിലെ ED കുറ്റപത്രം എന്ന് തോന്നും. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെല്ലാം ED അന്വേഷണത്തിൽ പുകയായി പോയി. ധർമ്മരാജനെത്തിച്ച പണത്തിന്റെ ഉറവിടത്തെപ്പറ്റി ED അന്വേഷിച്ചില്ല. ചാക്കുകളിൽ തലച്ചുമടായി പണമെത്തിച്ചെന്ന് വെളിപ്പെടുത്തിയ മുഖ്യസാക്ഷിയും BJPയുടെ തൃശൂർ ഓഫീസ് സെക്രട്ടറിയുമായിരുന്ന തിരൂർ സതീഷിന്റെ മൊഴി പോലും എടുത്തില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ ട്രാവൻകൂർ പാലസിന്റെ വസ്തു വിലക്ക് വാങ്ങാൻ കൊണ്ടുവന്ന പണമാണ് കൊടകരയിൽ ഹൈവേ കൊള്ളക്കാർ കവർന്നത് എന്ന് ED തീർപ്പാക്കിയിരിക്കുന്നു. എന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴിയെടുത്തോ? ഇല്ല. പോട്ടെ, സാക്ഷിപ്പട്ടികയിൽ ചേർക്കുകയെങ്കിലും ചെയ്തോ? ഇല്ല. കൊടകര കള്ളപ്പണ കേസ് ഒരു വെറും വഴിക്കൊള്ള കേസായി പരിണാമപ്പെടുമ്പോൾ ED നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് CPIM. ആദ്യം ഒരു റിപ്പോർട്ട് കാണാം 59 സെക്കൻഡിൽ, പിന്നെ വിശദമായി പരിശോധിക്കാം കൊടകര കള്ളപ്പണ കേസ് ഹൈവേ റോബറിയായി മാറിയ നാൾ വഴി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കായി കോടികളുടെ കള്ളപ്പണം കേരളത്തിലേക്ക് ഒഴുകിയെന്ന പോലീസിന്റെ നിർണായക കണ്ടെത്തൽ പാടെ തള്ളിയിരിക്കുകയാണ് ED. ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസിന്റെ വസ്തു വാങ്ങുന്നതിന് ധർമ്മരാജൻ ഡ്രൈവറുടെ കൈവശം കൊടുത്തുവിട്ട 3.5 കോടി രൂപ കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടുവെന്നാണ് കുറ്റപത്രം. പണം കൊടുത്തുവിട്ടതും കൊണ്ടുവന്നതും BJP RSS ബന്ധമുള്ളയാളുകൾ. ട്രാവൻകൂർ പാലസ് തുഷാർ വെള്ളാപ്പള്ളിയുടേത്. ഇതിനിടയിൽ ചിലർ പണം തട്ടിയെടുത്തു. അതായത് നടന്നത് കുഴൽപ്പണ ഇടപാടല്ല, ഹൈവേ റോബറി മാത്രം. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന കോടികൾക്ക് കാവൽ നിന്നത് താനെന്ന BJP തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴി ED എടുത്തിട്ടേയില്ല. പോലീസ് പ്രതി ചേർത്തവരും സാക്ഷികളാക്കിയവരുമായ ഒട്ടുമിക്ക ആളുകളും ED കുറ്റപത്രത്തിന്റെ പരിധിക്ക് പുറത്ത്. ചുരുക്കത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസിൽ രാഷ്ട്രീയമേ ഇല്ലെന്ന EDയുടെ സാക്ഷ്യപത്രമാണ് കുറ്റപത്രം. ഇതിനുള്ള കൗണ്ടർ നീക്കമെന്നോണം തിരൂർ സതീശന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്ന് കാട്ടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഇന്ന് തുടരന്വേഷണ റിപ്പോർട്ടും നൽകി. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികളുടെയും കള്ളപ്പണത്തിന്റെ ഒഴുക്കിന്റെയും കാര്യങ്ങൾ നിരന്തരമായിട്ട് വാർത്തകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഹർഷൻ ഒരുപക്ഷെ ആളുകൾക്ക് ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരും. എന്തായിരുന്നു കൊടകര കുഴൽപ്പണ കേസ്, എന്ത് എങ്ങനെ എന്ന കാര്യം നമുക്ക് പരിശോധിച്ചു പോകാം. കൊടകര കുഴൽപ്പണ കേസ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നതാണ്. 2021 ഏപ്രിൽ 3-ാം തീയതി പുലർച്ചെ ദേശീയപാതയിൽ കൊടകരയിൽ അപകടമുണ്ടായി. വാഹനാപകടം, കവർച്ചയുമുണ്ടായി. വ്യാജ അപകടമുണ്ടാക്കി കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി കവർന്നു എന്നാണ് കേസ് പ്രധാനമായിട്ടുമുള്ളത്. 25 ലക്ഷം നഷ്ടപ്പെട്ടുവെന്ന് ഡ്രൈവർ ഷംജീർ ഷംസുദ്ദീൻ പോലീസിൽ പരാതി നൽകി എന്നിടത്താണ് തുടങ്ങുന്നത് കേസ്. നഷ്ടമായ 25 ലക്ഷം തൻ്റേതാണെന്ന് RSS അനുഭാവിയായ ധർമ്മരാജൻ പിന്നീട് പോലീസിനോട് പറഞ്ഞു. 25 ലക്ഷം സുഹൃത്ത് യുവമോർച്ച നേതാവ് സുനിൽ നായിക്ക് ബിസിനസ് ആവശ്യത്തിനെന്ന തുകയാണിത് എന്നും ഇദ്ദേഹം പോലീസിനോട് പറഞ്ഞു. 25 ലക്ഷമല്ല 3.5 കോടിയാണ് നഷ്ടപ്പെട്ടത് എന്ന് പോലീസിന്റെ കണ്ടെത്തൽ പിന്നീടുണ്ടായി. ഇദ്ദേഹവും സമ്മതിച്ചു, ധർമ്മരാജനും അത് സമ്മതിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന് BJP എത്തിച്ച ഹവാല പണമാണ് എന്നാണ് അന്ന് പോലീസ് കണ്ടെത്തിയത്. അന്വേഷണം എത്തി നിന്നത് BJPയുടെ ഉന്നത നേതാക്കളിലായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം K. സുരേന്ദ്രനടക്കം 19 നേതാക്കളെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു. 2 സ്ത്രീകളടക്കം 22 പേരെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അന്വേഷണം BJP നേതാക്കളിലേക്ക് പോയി. തെരഞ്ഞെടുപ്പ് കാലത്ത് 41.40 കോടി രൂപ എത്തിച്ചെന്ന് ചോദ്യം ചെയ്യലിൽ ധർമ്മരാജൻ സമ്മതിച്ചു. ആദ്യം 25 ലക്ഷം എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു. നിർദ്ദേശിച്ചത് K. സുരേന്ദ്രനാണ്, M. ഗണേഷാണ്, ഓഫീസ് സെക്രട്ടറി ഗിരീഷൻ നായരാണ് എന്നിവരാണ് എന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. സംഘത്തിന് ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് മുറി ബുക്ക് ചെയ്തിരുന്നെന്ന് പോലീസിനോട് സമ്മതിച്ച് BJP ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്, പിന്നീട് ഈ പേര് പ്രധാനമായിട്ടും വരും, മുറി ബുക്ക് ചെയ്തിരുന്നു. ധർമ്മരാജന്റെ CDR പരിശോധനയിൽ BJP നേതാക്കളെ ആ സമയത്ത് വിളിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. പണം നഷ്ടപ്പെട്ട ഉടൻ വിളിച്ചത് സംസ്ഥാന ജില്ലാ തലത്തിലുള്ള 8 BJP നേതാക്കളെയാണ് എന്ന് ഈ പോലീസ് തെളിവടക്കം കണ്ടെത്തി. ആദ്യം വിളിച്ചത് K. സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനെ എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നീട് പോലീസിൽ അറിയിക്കുന്ന കാര്യം BJP നേതാക്കളുമായി ഇദ്ദേഹം സംസാരിച്ചു എന്ന് പോലീസ് പറയുന്നു. ഉറവിടമോ കണക്കോ ഇല്ല, തിരിച്ചടിയാകുമെന്ന് BJP ജനറൽ സെക്രട്ടറി KR ഹരി പറഞ്ഞതായിട്ട് പോലീസ് പറയുന്നുണ്ട്. എല്ലാം ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പോലീസിനോട് ധർമ്മരാജൻ പറഞ്ഞു. ആ മൊഴി രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് തന്നെയുണ്ട്. എല്ലാം ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന്. വണ്ടിയിൽ ഉണ്ടായിരുന്നത് 25 ലക്ഷം എന്നായിരുന്നു ആദ്യ മൊഴി. അത് ധർമ്മരാജന്റെ മൊഴിമാറ്റങ്ങൾ ശ്രദ്ധിക്കണം. അന്വേഷണം പാർട്ടിയിലേക്ക് നീങ്ങിയതോടെയാണ് കോടതിയിൽ അദ്ദേഹം മൊഴിമാറ്റിയത്. ധർമ്മരാജൻ മൊഴിമാറ്റിയത് 3.5 കോടി ഉണ്ടായിരുന്നെന്നും
3.25 കോടി തൻ്റേതാണെന്നും ധർമ്മരാജൻ പറഞ്ഞു. 3,25,00,000 തൻ്റേതാണെന്ന് പറഞ്ഞു. 25 ലക്ഷം രൂപ സുനിൽ നായിക്കിൻ്റെതെന്നും മൊഴി. ഈ മൊഴികളെല്ലാം പിന്നീട് ധർമ്മരാജൻ മാറ്റുകയാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ ED കുറ്റപത്രം കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. പാതിയിൽ അന്വേഷണം നിലച്ചു. ആദ്യഘട്ടത്തിൽ ശക്തമായ അന്വേഷണം നടന്ന കേസ് പിന്നീട് ദുർബലമായി പോവുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരുണ്ടാകുന്ന ഇത്തരം കേസുകൾക്കെല്ലാം പറ്റിയതുപോലെ അതിനും പറ്റി. കേസിൽ അന്തിമ കുറ്റപത്രം വൈകിയതോടെ പ്രതികളെല്ലാം പുറത്തിറങ്ങുക എന്ന സാഹചര്യം ഉണ്ടായി. തട്ടിയെടുത്ത 3.5 കോടിയിൽ 1.5 കോടി പോലീസിന് കണ്ടെത്താനുമായില്ല. അങ്ങനെ നിരന്തരമായിട്ട് കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അന്വേഷണം ഏറ്റെടുക്കണമെന്ന് EDയോട് ആവശ്യപ്പെട്ടു. ED ആദ്യം പ്രതികരിച്ചില്ല. എന്നിടത്താണ് EDക്ക് ഇക്കാര്യത്തിലുള്ള താല്പര്യരാഹിത്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. IT വകുപ്പിന്റെ പരിധിയിൽ വരുന്ന കേസെന്ന് ചൂണ്ടിക്കാട്ടി ആദ്യം ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിസമ്മതം പ്രകടിപ്പിച്ചു. കേസ് ED അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി പോയി. ഒടുവിൽ അതിനുശേഷമാണ് ED ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ED അന്വേഷണത്തിലേക്ക് വന്ന് ED അന്വേഷിക്കാമെന്ന് സമ്മതിച്ചത്. പോലീസ് കണ്ടെത്തലുകൾ കണക്കാക്കാതെയാണ് EDയുടെ അന്വേഷണം പോയത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലും പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിച്ചേയില്ല. കുഴൽപ്പണമായി എത്തിയത് BJPയുടെ ഫണ്ടാണെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പറയുന്ന സാഹചര്യം നമ്മുടെ എല്ലാം മുന്നിലേക്കുണ്ട്. 6 ചാക്കുകെട്ടുകളിൽ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പണം കൊണ്ടുവന്നതിന് സാക്ഷിയാണ് താൻ എന്ന് തിരൂർ സതീഷ് പറഞ്ഞു. പണം കൊണ്ടുവന്നവർക്ക് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം മുറിയെടുത്ത് നൽകിയെന്ന് തിരൂർ സതീഷ് പറഞ്ഞു. പണം പിന്നീട് കൊടകരയിലേക്ക് കൊണ്ടുപോയി എന്നും തിരൂർ സതീഷിൻ്റെ മൊഴി പോലീസിന് രേഖപ്പെടുത്ത വിധത്തിലുണ്ട്. അതൊന്നും പരിഗണിച്ചില്ല അവർ. തുടരന്വേഷണ അനുമതി തേടി കോടതിയെ പോലീസ് സമീപിച്ചു. തുടരന്വേഷണം നടത്താനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് 2024 തുടരന്വേഷണത്തിൽ ഉത്തരവിട്ട് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി അന്വേഷണം തുടരാമെന്ന് പറഞ്ഞു. സതീഷിൻ്റെ മൊഴിയിൽ കഴമ്പുണ്ട് എന്ന് ഇന്ന് കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ഇന്ന് വീണ്ടും കൊടുക്കുകയും ചെയ്തു. ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് നൽകിയത് ED BJPക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ്. ഇന്നത്തെ സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പണം എത്തിച്ചത് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രൻ്റെ അറിവോടെയാണെന്നാണ് പോലീസിൻ്റെ കുറ്റപത്രം. M ഗണേഷ്, ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർക്കും അറിയാമായിരുന്നുവെന്ന് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പറയുന്നു. ധർമ്മരാജൻ തൃശ്ശൂരിൽ വെച്ച് 6,25,00,000 രൂപ BJP നേതാക്കൾ കൈമാറി എന്നുകൂടെ പോലീസ് കുറ്റപത്രത്തിലുണ്ട്. 3,25,00,000 രൂപ KG കർത്തായ്ക്ക് നൽകാനായി കൊണ്ടുപോയ പണമാണ് എന്നും പോലീസ് കണ്ടെത്തിയതായിട്ട് ആ കുറ്റപത്രത്തിലുണ്ട്. K സുരേന്ദ്രൻ ഉൾപ്പെടെ 19 BJP നേതാക്കൾ സാക്ഷിപ്പട്ടികയിലുണ്ട് ഈ പോലീസിൻ്റെ കുറ്റപത്രത്തിൽ. 2021 മാർച്ച് 5, ഏപ്രിൽ 5 കാലയളവിൽ 40 കോടി ഹവാല പണം BJP എത്തിച്ചെന്നാണ് അതിഗുരുതരമായിട്ടുള്ള പരാമർശമാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. ധർമ്മരാജൻ വഴി എത്തിച്ചത് 17 കോടി രൂപയാണ് കേരളത്തിലേക്ക് ഇന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട്ടുള്ള ഏജന്റുമാർ മുഖേന 23 കോടി രൂപയും ഈ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കേരളത്തിലെത്തിച്ചു എന്ന ഗുരുതരമായുള്ള ആരോപണമുണ്ട്. 4,40,00,000 രൂപ കൊണ്ടുവന്ന് ധർമ്മരാജൻ്റെ സഹോദരൻ ധനരാജനാണ് എന്ന കാര്യവും പോലീസ് കണ്ടെത്തിയതായിട്ട് പറയേണ്ടത്. ഇത് തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് മോഷണം പോയി. ഈ മോഷണ കേസ് കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സേലത്തേത് കൊണ്ടുവന്നത് കുഴൽപ്പണമല്ല, ഇടപാടിൽ BJP ഇല്ല, നടന്നത് വെറും കൊള്ളയാണെന്നാണ് ED കുറ്റപത്രത്തിൽ ഇപ്പോൾ കുഴൽപ്പണം ആവിയായ സാഹചര്യം നമ്മളോട് പറയുന്നത്. ധർമ്മരാജൻ ബിസിനസ്സുകാരനാണ്. BJP നേതാക്കളുമായുള്ള ബന്ധത്തെപ്പറ്റി ഒരു പരാമർശം പോലും EDയുടെ കുറ്റപത്രത്തിലില്ല. BJP നേതാക്കളെ സാക്ഷിപ്പട്ടികയിൽ പോലും ചേർത്തിട്ടില്ല ED. പണം എത്തിച്ചത് ട്രാവൻകൂർ പാലസ് ഹോട്ടലിൻ്റെ ആലപ്പുഴയിലെ സ്ഥലം വാങ്ങാനാണ് എന്നാണ് ED പറയുന്നത്. ഈ ട്രാവൻകൂർ ഹോട്ടൽ ആരുടേതാണ്? NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ് ട്രാവൻകൂർ ഹോട്ടൽ. അതായത് ധർമ്മരാജൻ കൊണ്ടുവന്ന പണം ഈ ഹോട്ടൽ വാങ്ങാനാണ്. ഒരു മാസത്തിനിടെ കടത്തിയ 40 കോടിയെപ്പറ്റി ഒരു പരാമർശവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സേലത്ത് വെച്ച് നഷ്ടപ്പെട്ട 4,40,00,000 രൂപയെപ്പറ്റി ഒരക്ഷരവും ED കുറ്റപത്രത്തിൽ പറയുന്നില്ല. കൊണ്ടുവന്നത് രേഖയുള്ള പണമാണെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്ന അത്ഭുതകരമായ കണ്ടെത്തൽ. പോലീസ് കുറ്റപത്രത്തിലെ ഒട്ടുമിക്ക ആളുകളെയും ED ഒഴിവാക്കിയിരിക്കുകയാണ്. അതേക്കുറിച്ചൊന്നും പറയുന്നേയില്ല എന്നാണ് സംശയം വർദ്ധിപ്പിക്കുന്നത്. BJP തൃശ്ശൂർ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ മൊഴി ED എടുത്തതേയില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ട് ED അയാളെ കണ്ടതുപോലുമില്ല. ട്രാവൻകൂർ പാലസ് ഹോട്ടൽ ഉടമ തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴിയും പോലും എടുത്തില്ല. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന് മൊഴി പോലും എടുത്തിട്ടില്ല. ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ തുഷാർ വെള്ളാപ്പള്ളി സാക്ഷിപ്പട്ടികയിൽ പോലും ഇല്ല എന്നതൊക്കെ അങ്ങേയറ്റം അത്ഭുതകരവും കൗതുകകരവുമായിട്ടുള്ള കാര്യമാണ്. മുഖ്യ സാക്ഷികളുടെ മൊഴികളൊന്നും അതിനകത്തേക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിലുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ വാങ്ങാനായിട്ട് പോയ പണമാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. തുഷാർ എന്തുകൊണ്ട് സാക്ഷിപ്പട്ടികയിൽ പോലുമില്ല എന്ന ചോദ്യത്തോട് EDക്ക് എങ്ങനെയാണ് ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കാനാവുക, അല്ലെങ്കിൽ മറുപടി പറയേണ്ടതായിട്ട് വരില്ലേ എന്ന ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും. പിന്നെ എങ്ങനെ ധർമ്മരാജൻ്റെ മൊഴി ശരിവെച്ചു എന്നാണ്. അതായത് അദ്ദേഹത്തോട് തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യം ചോദിക്കുക പോലും ചെയ്യാതെ ഈ മൊഴി എങ്ങനെ ശരിവെച്ചു, മൊഴിയുണ്ടെങ്കിൽ എന്ന ചോദ്യം വളരെ പ്രകടമായിട്ട് കിടക്കുന്നു. പോലീസ് കുറ്റപത്രത്തിലെ മിക്ക പ്രതികളെയും ഒഴിവാക്കിയത് എങ്ങനെയാണ്? പോലീസിൻ്റെ കുറ്റപത്രം അവിടെ ഉണ്ടായിരിക്കുക, എല്ലാവരെയും ഒഴിവാക്കിയത് ഏത് മാനദണ്ഡങ്ങൾ പ്രകാരമാണെന്ന ചോദ്യം ഗൗരവതരമായിട്ടുണ്ട്. തുടരന്വേഷണം വേണ്ട എന്ന് എന്തുകൊണ്ട് ED ഉറപ്പിച്ചു? ഇത്രക്ക് പ്രമാദമായുള്ള ഇത്രക്ക് ശക്തമായുള്ള ഒരു ആരോപണം എന്ന കാര്യത്തിൽ, പണം പിടിച്ചെടുത്ത സംഭവത്തിൽ എങ്ങനെ വേണ്ട തുടരന്വേഷണം എന്നവർ തീരുമാനത്തിലേക്ക് എത്തി? തിരൂർ സതീഷിൻ്റെ മൊഴി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നത് എങ്ങനെ വിചാരിച്ചാലും എങ്ങനെ ആലോചിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തിരൂർ സതീഷ് ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞയാളെ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ആയുധം ആണ് ED എന്ന വിമർശനം ശരിവെക്കുന്ന നീക്കമല്ലേ
ഇതൊരു കൂട്ടിലെ തത്തയല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും. 10 വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇ ഡി എടുത്തത് 193 കേസാണ്. 193 കേസ്. BJP നേതാക്കളോ ജനപ്രതിനിധികളോ പ്രതികളായ ഒറ്റ കേസുമില്ല. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. 193 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 2 കേസുകൾ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 193 കേസുകൾ, വെറും 2 ആളുകൾ മാത്രം ശിക്ഷിക്കപ്പെട്ടു. കേസുകളിൽ 85% പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉള്ളതാണ്. ഇതിൽ കൂടുതൽ എന്താണ് ഹർഷ പറയാനുള്ളത്? അതിൽ ഇത് ഇത്രയും വിശദീകരിക്കുമ്പോൾ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും, ജനങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ് പോലീസ് ഏതാണ് ED എന്ന സംശയമാണ് ഈ കേസന്വേഷണത്തിൻ്റെ ഒടുവിൽ നമുക്കുണ്ടാവുക. കാരണം കേരള പോലീസ് അന്വേഷിച്ചത് ഇതിൻ്റെ സമഗ്ര തലം സ്പർശിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ ആ തലം എന്താണ് എന്നതുകൂടി അന്വേഷിച്ച് അതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേരള പോലീസാണ്. അതേസമയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അവരുടെ ദൗത്യം എന്താണ്? സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുക എന്നതാണ്. അവരന്വേഷിച്ചത് എന്താണ്? കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്? ഒരു ഹൈവേ റോബറി കേസാണ്. അപ്പോൾ അടിയന്തരമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ കേസൊക്കെ അന്വേഷിച്ച കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ റിക്രൂട്ട് ചെയ്യുകയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ഇത് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കുകയും ചെയ്യണം എന്നതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചു. ഇതിൻ്റെ ഒരു കൗതുകകരമായ കാര്യം, BDJS-ന്റെ ചെയർമാൻ കൂടിയായ, അല്ലെങ്കിൽ NDAയുടെ വൈസ് ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടൽ മേടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ധർമ്മരാജൻ ഇവിടെ നിന്ന് ഈ പണം രാത്രിയിൽ വണ്ടിയിൽ കൊടുത്തുവിടുന്നത് എന്ന്. അതായത് ഒരു ഭൂമി ഇടപാടിൽ 2 ലക്ഷം രൂപ വരെയാണ് പരമാവധി കറൻസി ഇടപാട് നടത്താൻ കഴിയുക താൽക്കാലിക സാഹചര്യത്തിൽ. ചില പ്രത്യേക സാഹചര്യത്തിൽ അതിനപ്പുറത്ത് അനുമതി എടുത്തൊക്കെ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു കള്ള ഏർപ്പാടിൽ ഈ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ധർമ്മരാജന് പരാതിയുള്ള 25 ലക്ഷം മാത്രമാണെന്ന് തന്നെ കരുതിക്കോട്ടെ. ഈ പറയുന്ന 3.5 കോടി രൂപ എന്നുള്ള കണക്കിലേക്കൊന്നും പോകണ്ട. 25 ലക്ഷമാണെങ്കിൽ അന്വേഷിക്കാൻ വന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണല്ലോ, സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കേണ്ടവനാണല്ലോ. അങ്ങനെയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് ചോദിക്കണ്ടേ, സാറേ നിങ്ങൾ ഈ കാശ് മേടിക്കാൻ തയ്യാറായാണോ ഇരുന്നത്? 25 ലക്ഷം രൂപ കൊണ്ടുവന്നത് നിങ്ങൾ ഈ ഭൂമി വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കള്ളപ്പണമായി അത് സ്വീകരിക്കാനാണോ നിങ്ങൾ തീരുമാനിച്ചിരുന്നതെന്ന് ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. ഇനി ഈ കൊടുത്തുവിട്ട ധർമ്മരാജൻ ഈ കേസിൽ പ്രതിയേ അല്ല. അതാണ്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഈ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കേണ്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു വരുമ്പോൾ ഈ കള്ളപ്പണം എന്ന് വ്യക്തതയുള്ള ആ പണം കൊടുത്തുവിട്ടയാൾ ഇതിൻ്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നില്ല. കേവലം ഹൈവേ റോബറി എന്നതിലേക്ക് മാത്രം ഈ കേസിനെ തന്ത്രപരമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒതുക്കിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റൊന്ന്, ഇത് നമുക്കറിയാലോ, പ്രതിപക്ഷം ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഇത് ഒരു വാഷിംഗ് മെഷീൻ്റെ പണിയാണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് വാഷ് ചെയ്യുക, വാഷിംഗ് മെഷീനിൽ ഇട്ട് വെളുപ്പിച്ചെടുക്കുക. അതാണ്. ആ വാഷിംഗ് മെഷീനായാണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നത് എന്നതായിരുന്നു കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത്. ആ ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ്, വസ്തുതാപരമാണെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ നടപടികൾ മുഴുവൻ. കാരണം നോക്ക് സനീഷ്, ഈ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ കാര്യത്തിലൊന്നും മൊഴിയെടുക്കാൻ പോലും വിളിച്ചു വരുത്തിയിട്ടില്ല. BJP നേതാക്കൾ 19 BJP നേതാക്കൾ പോലീസിന്റെ സാക്ഷിപ്പട്ടികയിലുണ്ടായിരുന്നു. ഒരൊറ്റയാളെ വിളിച്ച് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ ഒരു ആരോപണം നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചോദിച്ചിട്ടില്ല. പോട്ടെ, ഇതൊന്നും വേണ്ട. ഈ ആരോപണങ്ങളെല്ലാം ആവർത്തിച്ച് 2024 ഉന്നയിച്ച തിരൂർ സതീഷ് ഉണ്ടല്ലോ, 2021 പോട്ടെ, 2024 ഈ ആരോപണങ്ങൾ ഉന്നയിച്ച തിരൂർ സതീഷ് എണ്ണി കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു തവണ വിളിച്ച് ചോദിക്കാമല്ലോ, സതീഷേ നിങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന്. അത് അന്വേഷിക്കാനുള്ള ബാധ്യത ഇവർക്കില്ല. ഇത് കള്ളപ്പണം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു എന്നൊരാൾ വെളിപ്പെടുത്തുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ബാധ്യത. അല്ലാത്ത എന്തെല്ലാം ചില്ലറ ചീള് കേസുകൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹർഷ, അതായത് ഇപ്പോൾ അവരെ വിളിച്ച് ചോദിച്ച് വേറെ സമയം കളയണ്ടല്ലോ. എന്തായാലും നമ്മൾ ഈ റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ BJP നേതാക്കളെയും തിരൂർ സതീഷൊക്കെ എന്തിനാ വിളിക്കുന്നില്ലേ? അതായത് ED മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹർഷൻ, ഇവിടെ അരി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് മലയാളികൾ കഴിക്കാറ്. അരി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് അവരോട് നമ്മൾ പറയേണ്ടതാണ്. അതായത് 2021 ഏപ്രിൽ 6-ാം തീയതിയാണ് സംസ്ഥാനത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ്. 2021 ഏപ്രിൽ 6-ാം തീയതി. 2021 ഏപ്രിൽ 3-ാം തീയതിയാണ് കൊടകരയിൽ വെച്ച് പണം പിടിച്ചത്. ഇത് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പാണ് ഈ പണം പിടിച്ചത്. ആ പണത്തെക്കുറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകെപ്പാടെ BJP കൊണ്ടുവന്ന പണമാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കൾ ആകെപ്പാടെ ബഹളം ഉണ്ടാക്കുക, ചർച്ച നടത്തുക. ഇതേക്കുറിച്ച് BJP സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരാൾ തന്നെ വന്നിട്ട് വർത്തമാനം പറയുക. ഇത്രമാത്രം നേതാക്കൾക്കെതിരെ ആക്ഷേപം വരിക, ഇത്രക്ക് വലിയ മൊഴികളിലെ വൈരുദ്ധ്യം ഉണ്ടാകുക. എന്നിട്ട് ED തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ ഉയർന്ന ആരോപണങ്ങളെ പറ്റിയിട്ടോ ഞങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്താ കരുതുന്ന? മലയാളത്തിലെ ആളുകൾ അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിലെ ആളുകൾ ഈ ഹിന്ദി എന്ന് വന്ന ED-ക്കാർ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ ആളുകൾ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല എന്നാണോ? ഞാൻ പറഞ്ഞ ഒരു ശൈലി എന്ന നിലയ്ക്ക് ഈ പറയുന്ന പിന്നെ അതുപോലെ ഈ പറഞ്ഞ
ധർമ്മരാജൻ്റെ മൊഴിമാറ്റം. ധർമ്മരാജൻ പറയും 25 ലക്ഷമേ എൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പരാതി കൊണ്ടുപോയി കൊടുത്തയാൾ പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ 3.5 കോടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലൊന്നുമില്ലാത്ത ട്രാവൻകൂർ ഹോട്ടൽ ഈ രംഗത്തേക്ക് വരികയാണ്. ട്രാവൻകൂർ ഹോട്ടൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ നോക്കുമ്പോൾ NDAയുടെ വൈസ് ചെയർമാനായിട്ടുള്ള BDJSൻ്റെ നേതാവ് ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടലാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇവരാരെ പറ്റിക്കാനാണ്? എനിക്ക് ഇത് ഈ എൻ്റെ പോയിന്റ് പൂർണ്ണമാക്കാൻ പോലും പറ്റില്ല ചിരി വന്നിട്ട്. അതായത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഹോട്ടൽ വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് വൈറ്റ് വാഷ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആളെ പറ്റിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനാണ് ED ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങിൽ നമ്മുടെ ഇരിപ്പിൽ നമ്മൾ പറഞ്ഞാണ് 2014 മുതൽ 2022 വരെ ED 3010 റെയ്ഡുകൾ നടത്തി. 2014 ഇത് 112 റെയ്ഡുകളായിരുന്നു. 27% വർധന റെയ്ഡുകളുടെ കാര്യത്തിലുണ്ടായി. ED ഇൻഫർമേഷൻ റിപ്പോർട്ട് 4964 ചാർജ് ഷീറ്റുകൾ നൽകിയ 993 കേസുകൾ, പക്ഷേ 23 കേസുകൾ മാത്രമാണ് ശിക്ഷിച്ചത്. മതിയായ തെളിവുകൾ കോടതിയിൽ കൊടുക്കാൻ പറ്റിയില്ല. ഈ ED ഇക്കാലത്തിനിടെ എടുത്ത രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്ത മുഴുവൻ കേസുകൾ 85% കേസുകളും പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ED പ്രതിപക്ഷത്തിനെതിരെയാണ്. അതായത് BJPക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട്. ഞാൻ പറഞ്ഞ അന്വേഷണ സംവിധാനം പോലും അല്ല, BJPക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഷീനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് അന്വേഷിക്കാൻ അറിയില്ല. കരുതുന്നത് എന്തിനാണ് ഞാൻ തിരൂർ സതീഷിനെ വിളിച്ച് വെറുതെ എൻ്റെ സമയം കളയുന്നത്, എന്തിനാണ് ഞാൻ BJP നേതാക്കളോട് ഈ കാര്യം ചോദിച്ച് അവരുടെ മൊഴിയെടുത്ത് സമയം കളയുന്നത്, എന്തിനാണ് ധർമ്മരാജൻ്റെ മൊഴി പോലും ഇവർ എഴുതിയുണ്ടാക്കിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതല്ലേ ഇതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ആ കണ്ടന്റ് എന്നുള്ളത് പല തലത്തിലാണ് ആ കണ്ടന്റ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടിയാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ്. നിരന്തരം തീവ്ര വർഗീയത പറയുന്ന നേതാക്കളിൽ ആസം മുഖ്യമന്ത്രി. അദ്ദേഹം ശാരദ ചിറ്റ് ഫണ്ട് കേസിൽ പ്രതിയായിരുന്നു, അല്ലെങ്കിൽ അതിൽ അന്വേഷണം നേരിട്ട ആളാണ് 2014-15 കാലത്ത്. 2015 EDയുടെ അന്വേഷണം മുറുകിയപ്പോൾ അദ്ദേഹം BJPയിൽ ചേർന്നു. അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായില്ല. അദ്ദേഹം ഈ കേസ് മരവിച്ചു. അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രിയായി, അസമിലെ മുഖ്യമന്ത്രിയായി. മറ്റൊന്ന് സുവേന്ദു അധികാരി, തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. അദ്ദേഹം ഈ നാരദ സ്റ്റിംഗ് കേസിലും ശാരദ കേസിലും അദ്ദേഹം EDയുടെ അന്വേഷണത്തിന് വിധേയനായി. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ 2017 BJPയിൽ ചേർന്നു. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നിലച്ചു. മുകുൾ റോയ് തൃണമൂൽ കോൺഗ്രസിലായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ED അന്വേഷണം അതും ഈ പറഞ്ഞതുപോലെ നിന്ന നിപ്പിൽ നിലച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി മാറി, അദ്ദേഹം BJPയിലേക്ക് എത്തുമ്പോഴേക്ക് അന്വേഷണം നിലച്ചു. ഇത് ഈ നേരത്തെ പറഞ്ഞല്ലോ, 2014 ശേഷം അന്വേഷിച്ച 95% കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയായിരുന്നു. ആ പ്രതിപക്ഷ നേതാക്കളിൽ കാലുമാറാൻ തയ്യാറായവർക്കെതിരെയുള്ള അന്വേഷണം ആ ഘട്ടത്തിൽ തന്നെ മരവിക്കപ്പെട്ടു. ഇത് ഒരു തലം. ഇനി മറ്റൊന്ന്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി എന്ന് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം വിശേഷിപ്പിക്കുകയും പിന്നീട് അങ്ങോട്ട് അതിനനുസരിച്ച് ശക്തമായ പ്രക്ഷോഭമൊന്നും കാണാതെ ഇരിക്കുകയും ചെയ്ത ഇലക്ട്രൽ ബോണ്ട് കേസ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഇലക്ട്രൽ ബോണ്ടും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. കഴമ്പുള്ള ആരോപണങ്ങൾ കുറേ ഉന്നയിച്ചില്ലേ? അതിലെവിടേക്കെങ്കിലും കാര്യങ്ങൾ എത്തിയോ? നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അരവിന്ദോ ഫാർമ 2022 നവംബറിൽ അതിൻ്റെ ഡയറക്ടർ ശരചന്ദ്ര റെഡ്ഡി അറസ്റ്റിലായി. അടുത്ത ദിവസം 5 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോർഡിൽ കൊടുത്തു. 2023 നവംബറിൽ 25 കോടി കൊടുത്തു. കേസ് അവിടെ അസ്തമിച്ചു. ഫ്യൂച്ചർ ഗെയിമിംഗ് സൊല്യൂഷൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാന്റിയാഗോ മാർട്ടിൻ 2021 ED റെയ്ഡിന് ശേഷം ഏപ്രിലിൽ 100 കോടിയാണ് നിന്ന നിപ്പിലങ്ങ് കൊടുത്തത്. മൊത്തം അയാൾ 1368 കോടി രൂപയാണ് ഇലക്ട്രൽ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ഓർക്കണം. മേഘ എഞ്ചിനീയറിംഗ് ED അന്വേഷണം വരികയാണ്. അപ്പോൾ തന്നെ 2019 584 കോടി. അല്ല, അത് മുഴുവൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മുഴുവൻ പറയാൻ നിന്നാൽ അങ്ങ് നീണ്ടുപോകും. ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇത് ഈ ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. കാരണം അവർക്ക് ഈ ED അന്വേഷണം നടത്തുന്നു. ED അന്വേഷണം നടത്തുമ്പോൾ പെട്ടെന്ന് ഇവർ കാശ് കൊടുക്കുന്നു, 500 കോടി രൂപ. അപ്പോൾ ED അന്വേഷണം നിലയ്ക്കുന്നു എന്ന് മാത്രമല്ല, കരാറുകൾ കിട്ടുന്നു സർക്കാരിന്റെ. അങ്ങനെ ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ അധികാരമുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് എമ്മാതിരി തട്ടിപ്പാണ് സാധാരണ മനുഷ്യർക്ക് മേൽ നടന്നതെന്ന് ഇതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന BJPക്കാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ. 1698 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ എത്തിയത് റെയ്ഡിന് ശേഷമാണ്. ഒരു കാര്യം ഇത് കാണുന്ന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള BJPക്കാരടക്കമുള്ള മനുഷ്യരുണ്ടല്ലോ, അവർ എന്താണ് ഈ രാജ്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് തോന്നും. അതായത് ആ രാഷ്ട്രീയ അധികാരം വെച്ചിട്ട് ആളുകളെ നഗ്നമായിട്ട് പറ്റിക്കാം, ആളുകളെ അങ്ങനെ ഈ പറയുന്ന പോലെ ആളുകളെ ഏത് വിധത്തിലും പറ്റിക്കാം എന്ന ഒരു അധികാരമുള്ള രാഷ്ട്രീയക്കാരുടെ അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള അഹങ്കാരം നിറഞ്ഞ ചിന്തയാണ് നമ്മളിതിൽ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുൻ ഡയറക്ടർ സഞ്ജയ് കുമാർ മിശ്ര
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക ഉപദേശ സമിതിയിലെ സ്ഥിര അംഗമായി നിയമിക്കപ്പെട്ടു എന്നത് ഇന്നത്തെ വാർത്തയാണ്. അദ്ദേഹത്തിന് ED ഡയറക്ടർ സ്ഥാനത്ത് ഒന്നിലേറെ തവണ കാലാവധി നീട്ടി നൽകിയത് നേരത്തെ വിവാദമായിരുന്നു. പി ചിദംബരവും മെഹബൂബ മുഫ്തിയും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ED കേസുകൾ നടക്കുന്ന കാലത്തൊക്കെ ഇദ്ദേഹമായിരുന്നു. സഞ്ജയ് കുമാർ മിശ്രയായിരുന്നു ഡയറക്ടർ എന്നത് ഇന്നിപ്പോൾ പല കോൺഗ്രസ് പ്രവർത്തകരും ഓർത്ത് ഉന്നയിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കണ്ടു. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായി മാത്രം കേസുകളെടുക്കുന്ന സർക്കാർ ഉപകരണമായി ED മാറിയെന്ന വിമർശം പല പ്രതിപക്ഷ നേതാക്കളും ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. അതിനുള്ള പ്രതിഫലമായിട്ടാണ് സഞ്ജയ് കുമാർ മിശ്രയ്ക്ക് ഇപ്പോൾ കിട്ടിയ പദവി പോലുള്ളവ കിട്ടുന്നത് എന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ മുതിർന്ന സിവിൽ സർവീസ് പരിചയമുള്ളവരെ ഉപദേശക സമിതിയാക്കുന്നതിൽ പിശകെന്താണ് എന്ന മറുഭാഗത്തിനൊപ്പവും ആളുണ്ട്. സ്വാഭാവികമായിട്ടും കൊടകരയിൽ കുഴൽപ്പണം വന്നതിന് BJP എന്ന പാർട്ടിക്കെതിരെ ED ഒരു തരിമ്പ് സംശയവും വെക്കുന്നില്ല എന്നത് ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് നമുക്ക് കൗതുകവും സംശയവും രോഷവും ഉണ്ടാക്കുന്ന വാർത്തയാകുന്നത്. കൊടകരയിലെ കുഴൽപ്പണം വസ്തു വാങ്ങാനായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് യഥാർത്ഥമായിട്ടും പ്രേക്ഷകരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് RDX അടുത്ത വിഷയത്തിലേക്ക്.